നമസ്കാരം. പാൽനിലാവിന്റെ വശ്യത കൊണ്ടും വൃദ്ധിക്ഷതയുടെ മാസ്മരികത കൊണ്ടും മനുഷ്യനെ എന്നും ഏറെ ആകർഷിച്ചിട്ടുള്ള ഗോളമാണ് ചന്ദ്രൻ. ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കി. ഒരിക്കലല്ല, 6 തവണ. 1969 ജൂലൈ 21 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. തുടർന്ന് വീണ്ടും 5 യാത്രകൾ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിഡ് ഇവരാണ് അപ്പോളോ 11 യാത്രക്കാർ. 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ സാറ്റൻ 5 റോക്കറ്റാണ് അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. 1969 ജൂലൈ 16 ഇന്ത്യൻ സമയം രാത്രി 7:02 അമേരിക്കയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും 3200 ടൺ ഭാരവും വഹിച്ചുകൊണ്ട് അപ്പോളോ 11 കുതിച്ചുയർന്നു. ഒരു വൻ ജനാവലി ഈ യാത്രക്ക് സാക്ഷ്യം വഹിച്ചു. നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ഇരുന്നു കൊണ്ട് 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഈ യാത്രയെ നിയന്ത്രിച്ചു. ഘട്ടം ഘട്ടമായി ഉയർത്തപ്പെട്ട അപ്പോളോ 11 ഗതിവേഗം അപ്പോൾ മണിക്കൂറിൽ 40,000 കിലോമീറ്റർ ആയിരുന്നു. ചന്ദ്രന്റെ ആകർഷണ പരിധിയിൽ എത്തിയപ്പോൾ റിട്ടോ റോക്കറ്റുകൾ എത്തിച്ചുകൊണ്ട് വാഹനത്തിന്റെ വേഗത ഗണ്യമായി കുറച്ചു. ലൂണാർ മെഡ്യൂൾ, കമാൻഡ് മെഡ്യൂൾ എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ് അപ്പോളോ വാഹനം. ലൂണാർ മെഡ്യൂൾ ചാന്ദ്രവാഹനമാണ്. യാത്രക്കാർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാന വാഹനമാണ് കമാൻഡ് മെഡ്യൂൾ. ചന്ദ്രന്റെ 1067 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആംസ്ട്രോങ്ങും ആൾഡ്രിനും ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മെഡ്യൂളിലേക്ക് മാറിക്കയറി. ചിറക് വിടർത്തിയ ഒരു കഴുക്കനെ പോലെ ഈഗിൾ ചന്ദ്രനെ സമീപിച്ചു. ലൂണാർ മെഡ്യൂൾ ചന്ദ്രനെ സ്പർശിക്കുന്ന അനർഘ നിമിഷവും കാത്ത് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് നാസയുടെ ശാസ്ത്രജ്ഞന്മാർ. ഒരു മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മാനവരാശിക്ക് ഇത് വലിയ കുതിച്ചുചാട്ടവും. That's one small step for a man, one giant leap for mankind എന്ന ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ അനശ്വരങ്ങളായി. ആംസ്ട്രോങ് ഇറങ്ങി 19 മിനിറ്റിന് ശേഷം ആൾഡ്രിൻ രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങി. അവർ രണ്ടുപേരും ഏകദേശം 2.25 മണിക്കൂർ പേടകത്തിന് പുറത്ത് ചിലവഴിച്ചു. ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ 21.5 കിലോഗ്രാം ചാന്ദ്രവസ്തുക്കൾ ശേഖരിച്ചു. ഇതേ സമയം മൈക്കൽ കോളിൻസ് കൊളംബിയയെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിയന്ത്രിച്ചു. തുടർന്നവർ അമേരിക്കൻ പതാക സ്ഥാപിച്ച് അതിനെ സല്യൂട്ട് ചെയ്തു. അവർ ലൂണാർ മെഡ്യൂളിലേക്ക് തിരിച്ചു കയറി കമാൻഡ് മെഡ്യൂളിനെ ലക്ഷ്യമാക്കി പറന്നു. കമാൻഡ് മെഡ്യൂളിൽ കയറി അവർ ഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഭൂമിയുടെ 16 കിലോമീറ്റർ മുകളിൽ എത്തിയപ്പോൾ കമാൻഡ് മെഡ്യൂളിൽ നിന്നും ഉയർന്ന പാരച്യൂട്ടിന്റെ സഹായത്തോടെ അവർ സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. 3 ആഴ്ചക്കാലം മാറ്റി പാർപ്പിച്ച ഇവരെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ നേരിട്ടെത്തി അനുമോദനങ്ങൾ നേർന്നു. നന്ദി.